ഭഗൻ എന്ന ആ രാക്ഷസന് ഭക്ഷണവുമായി പോകുവാൻ ഭീമൻ തയ്യാറായെന്ന വാർത്ത ഭിക്ഷാടനം കഴിഞ്ഞെത്തിയ സഹോദരന്മാർ അറിയുന്നു. അവരെല്ലാം വല്ലാതെ പരിഭ്രമിച്ചു. തങ്ങളുടെ സഹോദരനായ ഭീമനെ ആ രാക്ഷസന്റെ അടുത്തേക്ക് അയക്കുവാൻ അമ്മ എന്തിനാണ് അനുവാദം നൽകിയതെന്ന് കുന്തിദേവിയോട് അവർ ചോദിക്കുന്നു. ഭീമസേനന് എന്തെങ്കിലും ആപത്തു സംഭവിച്ചാൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കില്ലേ അമ്മേ? സഹോദരന്മാർ ആ ചോദ്യം ഒന്നുപോലെ കുന്തിദേവിയോട് ചോദിക്കുന്നു. തൻ്റെ മക്കളുടെ ആ ചോദ്യത്തിന് ഉത്തരമായി കുന്തിദേവി ഇപ്രകാരം പറയുന്നു: മക്കളെ, നിങ്ങളാരും ഈ കാര്യത്തിൽ അല്പം പോലും വിഷമിക്കേണ്ട. ഭീമസേനന്റെ ശക്തിയെപ്പറ്റി ജനനം മുതലേ എനിക്കറിയാം. ഒന്നും ഭയപ്പെടുവാനില്ല. ഭീമൻ ആ രാക്ഷസനെ വധിച്ച് മടങ്ങി വരിക തന്നെ ചെയ്യും. അതിലെനിക്ക് സംശയമേ ഇല്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഒന്ന്, നമ്മളിവിടെ താമസിക്കുന്നതിലുള്ള പ്രത്യുപകാരം അത് ചെയ്യുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ നഗരത്തെ ആ നരഭോജിയായ രാക്ഷസനിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ കഴിയും. അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന് ഏറെ സന്തോഷമായി. അമ്മ പറയുന്നതാണ് ശരിയെന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തൻ്റെ അനുജൻ കരുത്തനായ ഭീമസേനനെ യുധിഷ്ഠിരൻ അനുഗ്രഹിച്ച് വിജയാശംസകൾ നേരുകയും ചെയ്യുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ 2 പോത്തുകളെ കെട്ടിയ വലിയൊരു വണ്ടിയിൽ ചോറും കറികളുമായി ഭഗന്റെ അടുത്തേക്ക് ഭീമൻ പുറപ്പെടുന്നു. നരഭോജിയായ ഭഗൻ വസിക്കുന്ന ആ വനത്തിൽ ഭീമൻ എത്തിച്ചേർന്നു. എന്നിട്ട് ഭഗനെ പേരെടുത്ത് ഉറക്കെ വിളിച്ചു തൻ്റെ വരവ് അറിയിക്കുന്നു. പെട്ടെന്ന് ഭഗൻ ഭീമന്റെ അരികിലെത്തി. ഭഗൻ അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്നല്ലേ? ഭഗന് കൊണ്ടുവന്ന ഭക്ഷണം വലിയ ഉരുളകളാക്കി ഭീമൻ തന്നെ കഴിക്കുന്നു. ഈ കാഴ്ച കണ്ട ഭഗന് കോപം അടക്കുവാനായില്ല. അവൻ അലറി: എടാ മൂഢ, എനിക്ക് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുന്ന നീ ആരാണ്? നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കാലപുരിയിലേക്ക് അയക്കുന്നുണ്ട്. ഭഗന്റെ ഈ വാക്കുകളൊന്നും ഭീമൻ ശ്രദ്ധിച്ചതേയില്ല. ഭീമൻ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. തൻ്റെ മുന്നിൽ വെച്ച് ഒരു കൂസലുമില്ലാതെ തനിക്കുള്ള ഭക്ഷണം കഴിച്ചു തീർക്കുന്ന ഭീമന്റെ കഥ കഴിക്കുവാൻ ഭഗൻ അലറിയെടുത്തു. രാക്ഷസൻ തൻ്റെ 2 കൈകളും കൊണ്ട് ഭീമന്റെ മുഖത്ത് ശക്തിയായി പ്രഹരിച്ചു. ഭീമന് ഒരു ഭാവഭേദവുമില്ല. ഭീമൻ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ഭഗന് കോപം സഹിക്കുവാൻ കഴിഞ്ഞില്ല. ആ രാക്ഷസൻ വലിയൊരു മരവും പിഴുതെടുത്തുകൊണ്ട് ഭീമന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നു. ആ സമയം കൊണ്ട് ഭഗന് കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ ഭീമൻ കഴിച്ചു തീർത്തിരുന്നു. പിന്നീട് ഭീമൻ കൈയും മുഖവുമൊക്കെ കഴുകി രാക്ഷസനോട് എതിരിടുവാൻ തയ്യാറായി. ഭഗൻ ഭീമന്റെ നേർക്ക് ഒരു വലിയ മരം എറിഞ്ഞു. പക്ഷേ ഭീമസേനൻ അനായാസം ആ മരം കൈകൊണ്ട് പിടിച്ചു. എന്നിട്ട് ആ മരം കൊണ്ടുതന്നെ ഭഗനെ പ്രഹരിച്ചു. പിന്നീട് 2 പേരും അടുത്ത് കണ്ട വൃക്ഷങ്ങളെല്ലാം പിഴുതെടുത്ത് അന്യോന്യം യുദ്ധം ചെയ്തു. അടുത്തുള്ള മരങ്ങളെല്ലാം പിഴുതെടുത്ത് കഴിഞ്ഞു. കോപം സഹിക്കാതെ ഭഗൻ അലറി: എടാ മനുഷ്യാധമാ, നീ എന്നോട് എതിരിടാറായോ? നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നു തിന്നുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗൻ ഭീമനെ പിടികൂടി. ഭീമൻ ഭഗനെയും മുറുകെ പിടിച്ചു. പിന്നീട് നടന്നത് അതിഘോരമായ മല്ലയുദ്ധമാണ്. ഒടുവിൽ ഭീമൻ ഭഗനെ കീഴ്പ്പെടുത്തി നിലത്തു വീഴ്ത്തി. പുറത്ത് തൻ്റെ ബലിഷ്ഠമായ കാൽമുട്ടുകൾ വെച്ചമർത്തി ഭഗന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. വീണ്ടും വീണ്ടും ശക്തിയായി പ്രഹരിക്കുന്നു. ഇരുമ്പിന് തുല്യമായ ഭീമന്റെ കരങ്ങളുടെ ശക്തമായ പ്രഹരമേറ്റ് ഭഗൻ രക്തം കുടുകുടെ ഛർദ്ദിക്കുന്നു. വേദനയോടെ അലറിക്കൊണ്ട് ഭഗൻ എന്ന ആ ഭീകര രാക്ഷസൻ പ്രാണൻ വെടിഞ്ഞു. ഭഗന്റെ അതിഘോരമായ അലർച്ച കേട്ട് മറ്റു രാക്ഷസന്മാരും ബന്ധുക്കളുമൊക്കെ അവിടേക്ക് ഓടിയെത്തി. ഭയം കൊണ്ട് വിറച്ചു നിൽക്കുന്ന അവരോട് ഭീമൻ പറഞ്ഞു: ഇനി നിങ്ങളാരും മനുഷ്യരെ ഉപദ്രവിക്കരുത്. മനുഷ്യർക്ക് ഇനി നിങ്ങൾ എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ നിങ്ങളുടെ വിധിയും ഇതുതന്നെയായിരിക്കും. വല്ലാതെ ഭയന്നു പോയ രാക്ഷസന്മാർ ഭീമൻ പറഞ്ഞതെല്ലാം സമ്മതിച്ചു. അന്നു മുതൽ ആ വനത്തിലെ രാക്ഷസന്മാരെല്ലാം ശാന്തതയോടെ മനുഷ്യരോട് പെരുമാറുവാൻ തുടങ്ങി. പിന്നീട് ഭീമൻ ഭഗന്റെ ശവശരീരം നഗരത്തിൽ കൊണ്ടുവച്ച് ആരുമറിയാതെ ഏകചക്രയിൽ മടങ്ങിയെത്തുന്നു. അവിടെ അമ്മയും സഹോദരങ്ങളുമെല്ലാം ഭീമനെ കാത്തിരിക്കുകയായിരുന്നു. നടന്ന സംഭവങ്ങളെല്ലാം ഭീമൻ വർണ്ണിച്ചു പറയുന്നു. എല്ലാവരും ഭീമനെ അഭിനന്ദിച്ചു. ബ്രാഹ്മണ ദമ്പതിമാരും സന്തുഷ്ടരായി. മനുഷ്യരെ ഭക്ഷിക്കുന്ന ഭഗന്റെ മരണവാർത്ത കാട്ടുതീ പോലെ ക്ഷണനേരം കൊണ്ട് ഗ്രാമങ്ങളിലെല്ലാം പരന്നു. അതറിഞ്ഞവർക്കെല്ലാം സന്തോഷവും അത്ഭുതവുമാണുണ്ടായത്. അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഭഗന്റെ മൃതശരീരം കാണുവാൻ ജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറെ നാളുകളായി ഭഗന്റെ ക്രൂരതകൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന ആ ഗ്രാമവാസികളുടെ സന്തോഷം വളരെ വലുതായിരുന്നു. ആരാണ് ഈ ഭീകരനായ രാക്ഷസനെ വധിച്ചത്? അവിടെ എത്തിയവരെല്ലാം ആ ചോദ്യം അന്യോന്യം ചോദിച്ചുകൊണ്ടിരുന്നു. ആർക്കും വ്യക്തമായ ഒരു ഉത്തരം നൽകുവാൻ സാധിച്ചില്ല. അന്നത്തെ ഭക്ഷണം കൊടുക്കേണ്ട ഊഴം ആരുടേതാണെന്ന് എല്ലാവരും അന്വേഷിച്ചറിഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ആ ബ്രാഹ്മണ ഭവനത്തിലെത്തി വിവരങ്ങൾ അന്വേഷിക്കുന്നു. നാട്ടുകാർ അവരോട് ചോദിച്ചു: ഇന്നത്തെ ഊഴം നിങ്ങളുടേതായിരുന്നുവല്ലോ, പക്ഷെ ഭഗൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭഗന് ഭക്ഷണവുമായി പോയിരുന്നുവോ? എങ്ങനെയാണ് ഭഗൻ കൊല്ലപ്പെട്ടത്? ആരാണ് ഭഗനെ വധിച്ചത്? ബ്രാഹ്മണരുടെ വീട്ടിലെത്തി ആ ഗ്രാമവാസികൾ ഒന്നടങ്കം ഈ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു.
പക്ഷെ ബ്രാഹ്മണനാകട്ടെ പാണ്ഡവരുടെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ ഇപ്രകാരം പറഞ്ഞു: മന്ത്രസിദ്ധിയുള്ള ഒരാൾ ഇവിടെ എത്തിയിരുന്നു. ഞങ്ങളുടെ സങ്കടസ്ഥിതി കണ്ടറിഞ്ഞ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ആ രാക്ഷസനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഭഗനുള്ള ഭക്ഷണവുമായി അദ്ദേഹമാണ് പോയത്. ഒരുപക്ഷെ അയാൾ തന്നെയാകും ഭഗനെ വധിച്ചത്. അതെന്തുമാകട്ടെ, ഭഗൻ മരണപ്പെട്ടുവല്ലോ. ഇനി ഭയം കൂടാതെ നമുക്കെല്ലാം ഇവിടെ താമസിക്കാമല്ലോ. ഗ്രാമവാസികളെല്ലാം ആശ്വസിച്ചു, സന്തോഷിച്ചു. ഗ്രാമവാസികളെല്ലാം അങ്ങനെ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. കുന്തിദേവിയും പാണ്ഡവരും ഏറെ സന്തോഷിച്ചു. ആ വീട്ടിൽ താമസിക്കുന്നതിനുള്ള പ്രത്യുപകാരവും ഒപ്പം ഒരു ഗ്രാമത്തെ മുഴുവൻ ആ ഭീകരനായ രാക്ഷസനിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യവും കുന്തിദേവിക്കും പാണ്ഡവർക്കുമുണ്ടായി.